ഹായ് എവ്രി വൺ, ദിസ് ഈസ് സാറ്റർഡേ മോർണിംഗ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ആദ്യം തന്നെ ചായ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിരുന്നപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്ന്. ഒരിക്കൽ കേട്ടൊരു കഥയാണ്. സത്യമാണോ കഥയാണോ എന്നറിയില്ല, പക്ഷെ അതിലെ സന്ദേശം വളരെ വലുതാണ്. ഒരു ദിവസം അർദ്ധരാത്രിയോടെ ഒരു പള്ളിയിലെ അച്ഛൻ്റെ വാതിലിൽ ആരോ മുട്ടി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അച്ഛൻ വാതിൽ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ. അച്ഛൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് കുമ്പസരിക്കണം. അയാളുടെ മനസ്സ് കൈവിട്ട് പോകുകയാണെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് രാത്രിയായതുകൊണ്ട് അച്ഛൻ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പക്ഷേ അയാൾ പോകാതെ അവിടെ നിന്ന് വീണ്ടും അച്ഛനോട് അപേക്ഷിച്ചു. പക്ഷേ ഒരുപാട് രാത്രി ആയതുകൊണ്ട് അച്ഛൻ അയാളെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞ് തിരിച്ചയച്ചു. പിറ്റേന്ന് പുലർച്ചെ വാതിലിൽ ശക്തമായ മുട്ടുകേട്ടാണ് അച്ഛൻ ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ നാട്ടുകാർ ഭയന്ന മുഖമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നാട്ടുകാർ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ പള്ളിയുടെ താഴെയുള്ള പാറക്കെട്ടിന് സമീപം ഒരാൾ മരിച്ചു കിടക്കുന്നെന്ന്. അച്ഛന് ഉടനെ തന്നെ അവിടേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച വളരെ പേടിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെ രാത്രി കുമ്പസരിക്കാൻ വന്ന അതേ മനുഷ്യനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. നിങ്ങൾ ഈല് പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? മഴ കഴിഞ്ഞ് മണ്ണിൽ നിന്ന് ചിതലുകൾക്ക് ചിറക് മുളയ്ക്കും, പിന്നെ അവ ആകാശത്തേക്ക് പറന്നു വരും. പക്ഷേ ആ പറക്കൽ അധിക നേരമൊന്നും നീളില്ല. അവരുടെ ജീവിത നിമിഷങ്ങൾ മാത്രമാണ്. പുറത്ത് ഈലിനെ കണ്ടുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ബാക്ക് ടു ദി സ്റ്റോറി. അയാളവിടെ മരിച്ചെടുക്കുന്നത് കണ്ടിട്ട് ആളുകൾ പറയുന്നുണ്ട് രാത്രിയിൽ പള്ളിയിൽ വന്നപ്പോൾ അറിയാതെ കാല് വഴുതി താഴേക്ക് വീണതായിരിക്കും എന്നൊക്കെ. പക്ഷെ അച്ഛൻ്റെ മനസ്സത് വിശ്വസിച്ചില്ല. കാരണം ഇന്നലെ രാത്രി അയാളുടെ കണ്ണുകളിൽ കണ്ട വേദന സാധാരണ ഒന്നായിരുന്നില്ലെന്ന് അച്ഛനറിയാം. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അച്ഛന് പിന്നീട് ഉറക്കം കിട്ടാത്ത രാത്രികളായിരുന്നു. കാരണം എപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു, അയാൾക്ക് എന്തായിരിക്കും അച്ഛനോട് പറയാനുണ്ടായിരുന്നത്. കുറച്ച് നേരം അയാളെ കേട്ടിരിക്കാൻ ഒരു മനസ്സ് കൊടുത്തിരുന്നെങ്കിൽ എന്ന ചിന്ത ആ അച്ഛനെ വല്ലാതെ അലട്ടി. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ ആളുകൾ ഉപദേശം തേടിയല്ല നമ്മുടെ അടുത്ത് വരുന്നത്. അവരാരെങ്കിലും ഒരാൾ കേൾക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ പറയുന്ന ഒരു വാക്കിനേക്കാളും വിലപ്പെട്ടത് ചിലപ്പോൾ നമ്മൾ നൽകുന്ന ഒരു ചെവിയാണ്. കഥ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായേ. പുട്ടും കപ്പയും പയറുകറി, പിന്നെ നല്ല കട്ടൻ ചായ. അതിനുശേഷം ഞാൻ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നേ. അപ്പോൾ വീണ്ടും ബാക്ക് ടു ദ സ്റ്റോറി. ദൈവം നമുക്ക് 2 ചെവിയും 1 നാവും തന്നത് ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും. കൂടുതൽ കേൾക്കാനും കുറച്ച് മാത്രം സംസാരിക്കാനും. കാരണം ഒരു മനുഷ്യൻ്റെ അത് ക്ഷമയോടെ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുന്നതിലും വലിയൊരു കാര്യമാകാം. അപ്പോഴേക്കും എൻ്റെ ലഞ്ച് റെഡി ആയിട്ടോ. സാമ്പാറും അച്ഛൻ്റെ തോരനും പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനിത് പാക്ക് ചെയ്തിട്ട് ഓഫീസിൽ പോട്ടെ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.